Good afternoon. Good Good afternoon, Miss. afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. പനിയാണോ മിസ്? ഇല്ലല്ലോ ഇല്ലല്ലോ. അല്ല, മുഖം വല്ലായിരിക്കുന്നു. നോക്കാം. ഇന്നലെ ഫുൾ നല്ല തലവേദനയായിരുന്നു. അതിന്റെ ഒരു റിയാക്ഷൻ ആണ്. മിസ്സിന്റെ അശ്വതി മിസ്സിന്റെ വീട് അടുത്തടുത്ത? അല്ല, ദൂരമുണ്ട്. അല്ല, രണ്ടുപേരും ഒരുമിച്ചുള്ള കുറെ ഫോട്ടോ ഒക്കെ കണ്ട് ഹോട്ടലിലൊക്കെ ഇരിക്കും. ആരെ വീട്ടിലായിരുന്നു അത്? ഒരു ഫോട്ടോ കണ്ടു. അശ്വതി മിസ്സിന്റെ വീടാ? ഒരു വീട്ടില് അശ്വതി മിസ്സിന്റെ കുട്ടികളും കുട്ടികളല്ല കുട്ടി. കുട്ടി അത് അശ്വൻസിന്റെ ബ്രദറിന്റെ മോനാണ്. അത് അശ്വതിന്റെ വീടാണ്. അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരം. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. ഗുഡ് ആഫ്റ്റർനൂൺ നിഷ. എവിടെയായിരുന്നു? തിരക്ക് കഴിഞ്ഞോ? കഴിഞ്ഞു. കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ആഴ്ചയിൽ 2 പീരീഡ് നിങ്ങൾക്ക് ഉണ്ടാവാറില്ലേ? തേഴ്സ്ഡേ ട്യൂസ്ഡേ നമ്മൾ കാണാറുണ്ട് അല്ലേ? അതെ മിസ്. അതെ. തേഴ്സ്ഡേ മാത്രമേ കാണുള്ളൂ കേട്ടോ. ഒരു പീരീഡായി. ഇനി തേഴ്സ്ഡേ ദിശാമിസായിരിക്കും കേട്ടോ. തേഴ്സ്ഡേ ദിശാമിസ് എടുക്കുള്ളൂ ഇനി തുടങ്ങി. ടീച്ചറിന് കൊടുത്ത പീരീഡ്. പിന്നെ നിങ്ങളുടെ ക്ലാസ് ഈ മാസത്തോടുകൂടി തീരും കേട്ടോ. ഈ മാസം ലാസ്റ്റ് ആണ് തീർക്കാൻ പറഞ്ഞിരിക്കുന്നത് ക്ലാസ്. തിയറീസ് കേട്ടോ. ഇപ്പൊ ചോദിച്ചില്ല എന്നാ തീരുന്നേന്ന്? പോയാ മിസ് എന്നാ? ഈ മാസം ലാസ്റ്റ് തീർക്കാനാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ക്ലാസ്, തിയറി ഭാഗങ്ങള്. മോഡൽ എക്സാം കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ പ്രാക്ടിക്കൽ എടുക്കുന്നത് കേട്ടോ. അപ്പോ ജൂലൈക്ക് മുന്നായിട്ട് എന്തായാലും വൈവിക്ക് ഉണ്ടാവും. വൈവയുടെ കാര്യം അറിയില്ല. ഈ മാസം ലാസ്റ്റ് ക്ലാസ് തീരുന്നുണ്ട്. അതല്ല, എനിക്ക് വൈവയുടെ ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കിയതൊക്കെ കാണിക്കണ്ടേ? ആ സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് അതെല്ലാം നാട്ടിലേക്ക് കൊണ്ടുപോകണോ പോണ്ടേന്ന് അറിയാനാ. ക്ലാസ് എക്സാം ഡേറ്റ് പറയണോ അല്ലേ? ഏകദേശം ജൂലൈ ലാസ്റ്റ് ആകുമ്പോ ഞാൻ തിരിച്ചു പോരുക. അപ്പൊ അതിന് മുന്നേ ജൂണിലായിരിക്കും. മോഡൽ എക്സാം ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് പ്രാക്ടിക്കൽ ഉണ്ടോ വേഗം തീരും എന്നാണ് തോന്നുന്നത്. ജൂലൈയിൽ തിരിച്ചു പോരും അല്ലേ? ജൂലൈ ലാസ്റ്റ് തിരിച്ചു പോരും. ജൂലൈ ലാസ്റ്റില് തിരിച്ചു പോകണം. അതിന് മുമ്പ് നോക്കാം നമുക്ക് കേട്ടോ. ശരി ശരി. എന്നുവെച്ചാൽ ഈ മാസം ലാസ്റ്റ് ഞാൻ പോകും. അതിനേലും മുന്നേ അറിയണല്ലോ. എന്നാലല്ലേ നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകണ്ടേന്ന് അറിയുള്ളൂ. ക്ലാസ് തീരുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ പറയുകയും ചെയ്യും വൈവ എന്നായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ അറിയിക്കാം. ഫസ്റ്റ് ടീച്ചർ കയറുമെന്ന് ചോദിച്ചു തരാം കേട്ടോ. ടീച്ചർ കുറച്ചുകൂടി കൺഫേം ആയിട്ട് പറയും. ഓക്കെ. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം കാണാൻ പറ്റുള്ളൂ. എനിക്കൊരു വിഷമമായത്. ക്ലാസ് കയറാൻ ഇഷ്ടമാണ്.
ഞങ്ങൾക്കും വിഷമായി മിസ്സേ. പക്ഷെ ജിഷ മിസ്സിന് കുറെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഇനി. അതുകൊണ്ടാണ് ചേർത്തത് കേട്ടോ. അപ്പൊ അത് നോക്കിയിട്ട് കാര്യമല്ലോ. ഓക്കെ, എന്നാലും ഇത്രയും നാളെ കൂടെ ഒരുമിച്ചുണ്ടായില്ലേ, മതി അല്ലെ? ഒരു ദിവസം അല്ലെ, ഒരു ദിവസത്തിൽ 1 മണിക്കൂർ ഇല്ലാന്നുള്ളത് കുഴപ്പമില്ല. പിന്നെ ജിഷന്റെ അടുത്ത് ടീച്ചർക്ക് വേണ്ടി ഒരു കവിത എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്നിട്ട് എഴുതിയോ ജിഷ? ജിഷനോട് കോൺവോക്കേഷൻ വരുമ്പോഴാണ് പറയാൻ പറഞ്ഞത്. ആണോ? യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. പ്രേയർ ആരാണ്? ഞാനാണ് മിസ് അഞ്ജു. പഠിക്കോളൂ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹമേകിയും കർമ്മഭൂവിൽ തളിരിടുന്ന നന്മയേകിയും നമ്മിൽ വാഴുമാദിനാമം എങ്ങും വാഴ്ത്തിടാം. നമ്മൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാക്കണേ. ചുവടുവയ്ക്കുമീ തടങ്ങൾ നൃത്തലോലമാക്കണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാക്കണേ. പൂർണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാക്കണേ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹമേകിലും കർമ്മഭൂവിൽ തളിരിടുന്ന നന്മയേകിലും. Okay, very good. Thought of the day. Good afternoon. There is no higher religion than human services, to work for the common good in the greatest grade. മനുഷ്യ സേവനത്തെക്കാൾ വലിയൊരു മതവുമില്ല. പൊതുനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിശ്വാസം. താങ്ക് യു. Very good. Signing. Hello, my dear little kids. How are you? Today in this chapter, we are going to learn 5 magical words. Are you ready? Yes. Okay, let's start. If you want something, what will you say? What will you say? I will say please, I will say please. That's what I say, that's what I say. If you get something, what you will say? What you will say? I will say thank you, I will say thank you. That's what I say, that's what I say. If you hurt someone, what you will say? What you will say? I will say sorry, I will say sorry. That's what I do, that's what I do. If you want sneezing, what you will say? What you will say? I will say excuse me, I will say excuse me. That's what I say, that's what I say. If you someone thank you, if say someone thank you, if someone say thank you, what you will say? What you will say? I will say welcome, I will say welcome. That's what I do, that's what I do. Okay, thank you. Okay, yes, very good. Satya. Thank you, miss. Okay, very good afternoon to all. നമ്മള് ക്ലാസ് എടുക്കാൻ ടോപ്പിക്സ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എയർ പൊല്യൂഷൻ ടിപ്പ് എടുത്തിരുന്നു. Then land pollution, sound pollution and radiation pollution. ആരാ എടുക്കുന്ന land pollution? മിസ്സേ, ഞാൻ കൃപ.
എടുത്തോളൂ. മിസ് സ്റ്റാർട്ട് ചെയ്യട്ടെ? പ്രിപ്പയർഡ് ആണോ? ആണ് മിസ്സേ, കുഴപ്പമില്ല. ഓക്കെ, പതിയെ എടുത്താൽ മതി കേട്ടോ. ആരും ധൃതി പിടിച്ചെടുക്കണ്ട. ക്ലാസ് എടുക്കുന്നത് പോലെ പതുക്കെ എടുത്താൽ മതി. ഓക്കെ. ഓക്കെ മിസ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൊല്യൂഷനെ കുറിച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം ഫസ്റ്റ് പഠിച്ചത് എയർ പൊല്യൂഷൻ ആയിരുന്നു. എയർ പൊല്യൂഷനെ കുറിച്ച് അതിൻ്റെ കോൺസിക്വൻസ് എന്താണത്, അതിൻ്റെ കോസസ്, കാര്യങ്ങളെല്ലാം തന്നെ ദിവ്യ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാൻഡ് പൊല്യൂഷൻ ആണ്. എന്താണ് ലാൻഡ് പൊല്യൂഷൻ? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ലാൻഡ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്? അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. കരയിലെ നമ്മുടെ കരയിൽ വലിച്ചെറിയുന്ന അതെ, ലാൻഡ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും എന്താണ്? ഇറ്റ് ഈസ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് ദി ലാൻഡ് സർഫസ് ഓഫൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആസ് എ റിസൾട്ട് ഓഫ് ദി ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് ദെയർ മിസ്യൂസ് ഓഫ് ദി ലാൻഡ് റിസോഴ്സ്. അതായത് ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന നമ്മുടെ സർഫസിനുണ്ടാവുന്ന ഡിസ്ട്രക്ഷൻ ആണ്. അതെങ്ങനെ സംഭവിക്കാം? ഡയറക്റ്റ് ആയിട്ടും സംഭവിക്കാം, ഇൻഡയറക്റ്റ് ആയിട്ടും സംഭവിക്കാം. അപ്പൊ ഈ ലാൻഡ് പൊല്യൂഷൻ ഉണ്ടാവുന്ന എന്തിന്റെ റിസൾട്ട് ആയിട്ടാണ്? മനുഷ്യൻ ഭൂമിയോട് കാണിക്കുന്ന ഓരോ ആക്ടിവിറ്റീസിനോടും മനുഷ്യൻ അതിനെ മിസ്യൂസ്, വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കുന്നത് മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? ലാൻഡ് പൊല്യൂഷൻ അല്ലെങ്കിൽ സ്ഥല മലിനീകരണം, ഭൂമി മലിനീകരണം ഉണ്ടാവുന്നത്. ലാൻഡ് പൊല്യൂഷൻ ഈസ് ബോത്ത് എ നാച്ചുറൽ ആൻഡ് സോഷ്യൽ ഹസാർഡ്. നമ്മുടെ ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലും വരാം. നാച്ചുറൽ ആയിട്ട്, അതായത് പ്രകൃതിപരമായിട്ടും നമുക്ക് സംഭവിക്കാം. പിന്നെ സോഷ്യൽ ഹസാർഡ്, സാമൂഹികമായിട്ടും ഒരു അപകടം അങ്ങനെ ലാൻഡ് പൊല്യൂഷന്റെ കാരണമാണ്. Land has been treated from ancient times as mother or even goddess. പണ്ട് കാലം മുതൽക്ക് തന്നെ നമ്മുടെ ലാൻഡ് എന്ന് പറഞ്ഞ ഭൂമി എന്ന് പറഞ്ഞ എന്താണ്? ദൈവതുല്യമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഭൂമി ദേവിയായിട്ടാണ് ലാൻഡിനെ കണക്കാക്കിയിരുന്നത്. ഇറ്റ് ഗീവ്സ് us ഫുഡ് ആസ് വെൽ ആസ് ഷെൽട്ടർ ആൻഡ് ഓൾ അതർ കംഫർട്ട്സ്. നമുക്ക് നമ്മുടെ ലാൻഡ് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരുക്കി തന്നിരിക്കുന്നത്? നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും എല്ലാം ഒരുക്കി തരുന്നു. പിന്നെ നമുക്ക് താമസിക്കാനുള്ള ഷെൽട്ടർ നമ്മുടെ ലാൻഡ് തരുന്നു. അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ലാൻഡ് നമുക്ക് ഒരുക്കി തന്നിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ബട്ട് റീസെന്റ് ഇൻക്രീസിംഗ് ഇൻസിഡൻസ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ ഹാവ് ബീൻ വിറ്റ്നസ്ഡ്. ഇന്നത്തെ കാലത്ത് മനുഷ്യന്റെയും പ്രകൃതിയുടെയും പല രീതിയിലുള്ള ഉപയോഗങ്ങളും മൂലം ലാൻഡ് വളരെയധികം നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് കോസസ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ നോക്കാം. ഓവർ പോപ്പുലേഷൻ. അതെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് നമ്മുടെ പോപ്പുലേഷൻ, ജനസംഖ്യ വർധനവ് വളരെയധികം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ലാൻഡ് പൊല്യൂഷന്റെ ഏറ്റവും വലിയ ഒരു കാരണം എന്താന്ന് ചോദിച്ചാൽ അത് ജനസംഖ്യ വർധനവാണ്, ഓവർ പോപ്പുലേഷൻ. ദെൻ ഡീഫോറസ്റ്റേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ദിവ്യ ഇത് പറഞ്ഞതാണ്. ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വനനശീകരണം. അതെ, ഇന്നത്തെ കാലത്ത് നമ്മൾ വലിയ വലിയ ബിൽഡിങ്സുകളും ഫ്ലാറ്റുകളും വില്ലകളും എല്ലാം പണിയാൻ വേണ്ടിയിട്ടും നമ്മുടെ മനുഷ്യന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് വനങ്ങളും അതിലെ ചെടികളും എല്ലാം തന്നെ വെട്ടി നശിപ്പിക്കുകയും നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടി നമ്മൾ അതിനെയെല്ലാം മാറ്റിയെടുക്കുകയും ചെയ്യുന്നു. അതും ലാൻഡ് പൊല്യൂഷന്റെ ഒരു കാരണമാണ്. മൂന്നാമത്തെ പോയിന്റ്, എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽസ്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ കൃഷിക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഫാക്ടറീസിനും ഇൻഡസ്ട്രീസിൽ നിന്നും ഒക്കെ വരുന്ന കെമിക്കൽസും നമ്മുടെ ലാൻഡിൽ വന്ന് അടിഞ്ഞുകൂടുകയും നമ്മുടെ ലാൻഡിനെ അത് വളരെയധികം മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യുകയും അത് ലാൻഡ് പൊല്യൂഷന് കാരണമാവുകയും ചെയ്യുന്നു. മിസ്സേ, 2-3 പോയിന്റ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തതുണ്ട്, പറഞ്ഞോട്ടെ? ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങള് പൊല്യൂഷൻ, ഓരോ പൊല്യൂഷൻ എടുക്കാൻ പറഞ്ഞപ്പോ നിങ്ങള് എക്സ്ട്രാ പോയിന്റ് ആരും ചേർക്കണ്ടെന്ന് പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ. അപ്പം ഈ ടെക്സ്റ്റിൽ ഇല്ലാത്ത 2 പോയിന്റ് ഞാനൊന്ന് പറയാം. ഞാൻ ആഡ് ചെയ്തത് നോട്ട് ചെയ്യുന്നൊരു നോട്ട് ചെയ്തോ. ഇംപ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ. ഇംപ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ അതായത് നമ്മൾ കറക്റ്റായ രീതിയിലല്ല എന്ത് ചെയ്യുന്നത്? വേസ്റ്റ് ഒന്നും ഇന്നത്തെ കാലത്ത് ഡിസ്പോസ് ചെയ്യുന്നത്. അങ്ങനെ കറക്റ്റായിട്ടുള്ള രീതി, ഇപ്പം നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഓരോ വേസ്റ്റുകളൊക്കെ നിക്ഷേപിക്കാൻ വേണ്ടി ഓരോ ഡസ്റ്റ്ബിന്നുകളും ഗാർബേജസും വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അതൊന്നും ചിലപ്പോൾ മൈൻഡ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യുന്നു? ഇപ്പം നമ്മൾ കാറിൽ ട്രാവൽ ചെയ്യുവാന്ന് കരുതുക. അപ്പൊ നമ്മൾ യൂസ് ചെയ്ത വാട്ടർ ബോട്ടിൽസോ അല്ലെ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ കുപ്പികളോ നമ്മൾ എന്താണ് ചെയ്യുന്നത്? കാറിൽ ഇരുന്ന് തന്നെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വലിച്ചെറിയുന്നു. അതെല്ലാം നമ്മുടെ ലാൻഡ് പൊല്യൂഷൻ ഒരു കാരണമാണ്.
പിന്നെ യൂസ് ഓഫ് ഹസാഡസ് മെറ്റീരിയൽസ് ഇൻ വേരിയസ് ഇൻഡസ്ട്രീസ്, അതായത് ഇൻഡസ്ട്രീസിൽ നിന്നും മലിനമായ പുക പുറത്തേക്ക് വരുന്നു. ആ പുക ഏത് പൊല്യൂഷന് കാരണമാകുന്നു? Land pollution. അല്ല Land മിസ്സേ, പുക pollution കാരണം മുകളിലോട്ട് പോകുമ്പോൾ എയർ Air പൊല്യൂഷന് pollution. കാരണമാകുന്നു. പിന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ്, വേസ്റ്റ് വാട്ടർ, അതെല്ലാം എവിടെ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നു? പ്രോപ്പറായിട്ടുള്ള ഡിപ്പോസിറ്റ് മാർഗമില്ലാത്തത് കൊണ്ട് തന്നെ ലാൻഡിൽ വന്ന് അത് അടിഞ്ഞുകൂടി ലാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നു. ഇനി പോയിന്റ് നോട്ട് ചെയ്തായിരുന്നോ? ഇംപ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ, നെക്സ്റ്റ് യൂസ് ഓഫ് ഹസാഡസ് മെറ്റീരിയൽസ് ഇൻ വേരിയസ് ഇൻഡസ്ട്രീസ്. ഒന്നുകൂടി ഇനി റിപ്പീറ്റ് ചെയ്തോ, എന്തോ മിസ്സേ? റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കും പോയിന്റ്സ്. ഇംപ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ, ഇംപ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ. അടുത്ത പോയിന്റ് യൂസ് ഓഫ് ഹസാഡസ്, HAZARDOUS, ഹസാഡസ് മെറ്റീരിയൽസ് ഇൻ വേരിയസ് ഇൻഡസ്ട്രീസ്. പല പല വ്യവസായ കമ്പനികളിൽ നിന്നും വളരെ ഹസാഡസ് ആയിട്ടുള്ള വിഷം അലിഞ്ഞ മെറ്റീരിയൽസ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പോയിന്റിലോട്ട് പൊക്കോട്ടെ. പറഞ്ഞോളൂ. ഓക്കെ, അടുത്തത് കോൺസിക്വൻസ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ. ഈ ലാൻഡ് പൊല്യൂഷൻ മൂലം ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത നോക്കുന്നത്. ഡിക്രീസ് ഇൻ ഫാം ലാൻഡ്സ്, നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം ഇന്ന് എന്ത് ചെയ്തു വരുന്നു? കുറഞ്ഞു വരുന്നു. കാരണം എന്താ? ആ കൃഷിയിടങ്ങളെല്ലാം നമ്മൾ വെട്ടി നികത്തി അവിടെ നമ്മൾ വലിയ വലിയ ബിൽഡിങ്സും ഫ്ലാറ്റും വില്ലകളും അപ്പാർട്ട്മെന്റ്സ് തുടങ്ങിയവയെല്ലാം പണിയുന്നു. അപ്പം ഫാം ലാൻഡ്സിന്റെ ഡിക്രീസ് ആണ് ആദ്യത്തെ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഡിക്രീസ് ഇൻ ഫെർട്ടിലിറ്റി, അതായത് പ്രത്യുൽപാദനക്ഷമത കുറയുന്നു. നമ്മൾ ഈ വലിയ വലിയ രീതിയിലുള്ള പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, ഈ കെമിക്കൽസ് ഇതെല്ലാം വന്ന് നമ്മുടെ മണ്ണിൽ അടിഞ്ഞടിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം എന്ത് നശിക്കുന്നു? നമ്മുടെ മണ്ണിന്റെ പ്രത്യുൽപാദനക്ഷമത നശിച്ചു പോകുന്നു. കുറഞ്ഞു വന്ന് അവസാനം അത് ഇല്ലാതെയാവുന്നു. പിന്നെ അടുത്തത് ഇംബാലൻസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ, അതായത് അന്തരീക്ഷ ഘടനയിലെ അസന്തുലിതാവസ്ഥ. നമ്മുടെ ഈ വേസ്റ്റ് എല്ലാം കൂടെ വന്ന് അടിയുന്നത് മൂലം ഇപ്പൊ എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നതും നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഇംബാലൻസിന് കാരണമാണ്. അതുപോലെ ലാൻഡ് പൊല്യൂഷനും അറ്റ്മോസ്ഫിയറിന്റെ അന്തരീക്ഷത്തിലെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുന്നു. ഇനി ഞാൻ ആഡ് ചെയ്ത 2-3 എക്സ്ട്രാ പോയിന്റ് ആണ്. ഒന്ന്, എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ, അതായത് പരിസ്ഥിതി നാശം. നമ്മളിപ്പം നോക്കിയാൽ നമ്മുടെ വീടിന് ചുറ്റും തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എന്തോരം പ്ലാസ്റ്റിക്കുകളും വേസ്റ്റുകളുമാണ് നമ്മൾ ചുറ്റിനും വലിച്ചെറിഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു വീട്ടിൽ തന്നെ അങ്ങനെയാണെങ്കിൽ ചുറ്റുപാടും ഒരു സൊസൈറ്റി എടുക്കുമ്പോൾ എന്തോരം വേസ്റ്റുകളാണ് ഒരു സൊസൈറ്റിയിൽ അടിഞ്ഞു കൂടുന്നത്. അപ്പം ഇതെല്ലാം എന്തിനു നാശമാവുന്നു? പരിസ്ഥിതിക്ക് മൊത്തത്തിലുള്ള നാശമാവുകയും അതുവഴി നമ്മുടെ ലാൻഡ് മൊത്തത്തിൽ നശിക്കുകയും ചെയ്യുന്നു. അടുത്ത പോയിന്റ്, ഹെൽത്ത് പ്രോബ്ലംസ് ഫോർ ഹ്യൂമൻസ് ആൻഡ് വൈൽഡ് ലൈഫ്. ഹെൽത്ത് പ്രോബ്ലംസ് ഫോർ ഹ്യൂമൻസ് ആൻഡ് വൈൽഡ് ലൈഫ്. അതെ, നമ്മൾ മനുഷ്യർക്കും വൈൽഡ് ലൈഫിനും മൃഗങ്ങൾക്കും എന്ത് പ്രോബ്ലംസ് ഉണ്ടാവുന്നു? ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പം മനുഷ്യന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ എൻഡോസൾഫാൻ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. എൻഡോസൾഫാൻ മുഖാന്തരം കാസർഗോഡൊക്കെ പണ്ട് ഉപയോഗിച്ചത് മൂലം ഒത്തിരി കുഞ്ഞുങ്ങൾക്കും അവിടെയുള്ള മനുഷ്യർക്കും ഓട്ടിസം, അങ്ങനെ ഓരോ പല പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വൈൽഡ് ലൈഫ്, മൃഗങ്ങളെ എങ്ങനെ ഇത് അഫക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഡീഫോറസ്റ്റേഷൻ വഴി മരങ്ങളും വനങ്ങളും എല്ലാം വെട്ടി നശിപ്പിക്കുമ്പോൾ ഈ മൃഗങ്ങൾക്ക് അവയുടെ ഷെൽട്ടറും ഫുഡും എല്ലാം തന്നെയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അങ്ങനെ നമ്മൾ മനുഷ്യർക്കും വൈൽഡ് ലൈഫിനും എന്തോ കാരണമാകുന്നു? ലാൻഡ് പൊല്യൂഷൻ കാരണം പ്രോബ്ലംസ് ഉണ്ടാവുന്നു. അടുത്ത പോയിന്റ് ആണ് എക്കണോമിക് ഇമ്പാക്ട്സ്, സാമ്പത്തിക പ്രതിസന്ധി, എക്കണോമിക് ഇമ്പാക്ട്സ്. ഇനി ഇതിന്റെ സോഴ്സസ് ആണ് പറയുന്നത്. ലാൻഡ് പൊല്യൂഷന്റെ സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തതാണ് അഗ്രികൾച്ചറൽ സോഴ്സസ്. ഇത് ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ്. സോഴ്സസ് ഒന്നാമത്തത് അഗ്രികൾച്ചറൽ സോഴ്സസ്.
അതെ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ കൃഷി ചെയ്യുന്നവരാണ്. അപ്പം ഒരു കാലത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ ഈ കൃഷി നല്ല രീതിയിൽ വളരാൻ വേണ്ടി, നല്ല വിളവ് കിട്ടാൻ വേണ്ടി നമ്മൾ ധാരാളം പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളും ഇൻസെക്ടിസൈഡ്സും കാര്യങ്ങളും എല്ലാം ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ അമിതമായ ഉപയോഗം മൂലം നമ്മുടെ മണ്ണിന്റെ പ്രത്യുൽപാദനക്ഷമത കുറഞ്ഞു വരികയും പിന്നീട് ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തെങ്കിലും നട്ടാൽ തന്നെ എന്ത് സംഭവിക്കുന്നു? അത് കാര്യമായ രീതിയിലൊന്നും തന്നെ വളരുന്നില്ല. അടുത്ത സോഴ്സ് ആണ് മൈനിങ് റിസോഴ്സ്, മൈനിങ് സോഴ്സസ്, ഖനനം, കൽക്കരി ഒക്കെ നിർമ്മിക്കുന്ന, അതാണ് അടുത്ത പോയിന്റ്, മൈനിങ് സോഴ്സസ്. തേർഡ് പോയിന്റ് ആണ് ഇൻഡസ്ട്രിയൽ സോഴ്സസ്. ഇൻഡസ്ട്രിയൽ സോഴ്സസ് അതായത് ഇന്നത്തെ കാലത്ത് ധാരാളം വ്യവസായങ്ങളും കുടിൽ വ്യവസായങ്ങൾ, വലിയ വലിയ വ്യവസായങ്ങളും നമുക്ക് ചുറ്റുപാടും വളർന്നു വരുന്നു. അപ്പൊ അതിൽ നിന്ന് അതും ഇതിന്റെ ഒരു പ്രധാന സോഴ്സാണ്, സ്രോതസ്സാണ്. അടുത്ത ലാസ്റ്റ് സോഴ്സ് ആണ് ഡംപിങ്. ഡംപിങ് അതായത് നമ്മൾ നേരായ രീതിയിൽ വേസ്റ്റ് ഒന്നും ഡംപ് ചെയ്യാതെ നമുക്ക് തോന്നിയ രീതിയിൽ അവിടെ ഇവിടെയെല്ലാം വലിച്ചെറിയുമ്പോൾ അതും എന്താണ്, ഇതിന്റെ ഒരു സോഴ്സ് ആവുകയും ലാൻഡ് പൊല്യൂട്ട് ആവാൻ കാരണമാവുകയും ചെയ്യുന്നു. മിസ് ഒരു ഇതുകൂടെ, അടുത്തത് ടൈപ്സ് ഓഫ് ലാൻഡ് പൊല്യൂഷനാണ് പറയുന്നത്. ഏതൊക്കെ ടൈപ്പിലുള്ള ലാൻഡ് പൊല്യൂഷൻ ആണെന്നാ പറയുന്നത്, ഒന്ന് നോട്ട് ഡൗൺ ചെയ്തോ. സോളിഡ് വേസ്റ്റ്, സോളിഡ് വേസ്റ്റ് അതായത് നമ്മൾ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, കുപ്പികളെ എല്ലാം അങ്ങനെ എടുത്തെറിയുന്നതിനെയാണ് സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് പെസ്റ്റിസൈഡ്സ്, നമ്മൾ കൃഷിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കീടനാശിനികളെയാണ് പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻസെക്ടിസൈഡ്സ്. ഇൻസെക്ടിസൈഡ്സ് അതും അഗ്രികൾച്ചറിന്റെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്, കെമിക്കലാണ്. നെക്സ്റ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്. ഫെർട്ടിലൈസേഴ്സ് വളങ്ങൾ, പിന്നെ കെമിക്കൽസ്. ലാസ്റ്റ് പോയിന്റ് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. ഞാൻ ഒന്നുകൂടെ പറയാം ടൈപ്സ്: സോളിഡ് വേസ്റ്റ്, പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, ഡീഫോറസ്റ്റേഷൻ. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ലാൻഡ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് വെൻ വേസ്റ്റ് ഈസ് ഡിസ്പോസ്ഡ് പ്രോപ്പർലി, ക്യാൻ ഒക്കർ വെൻ ഹ്യൂമൻസ് ത്രോ ദി കെമിക്കൽസ് ഇൻ ടു ദി സോയിൽ ഇൻ ദി ഫോം ഓഫ് പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഡ്യൂറിങ് അഗ്രികൾച്ചർ. നമ്മൾ കൃഷിയുടെ കാര്യം പറഞ്ഞ, അല്ലെ കൃഷിയുടെ നല്ല ഇതിനു വേണ്ടിയിട്ട് വേസ്റ്റ് ഒക്കെ കറക്റ്റായ രീതിയിൽ ഡിസ്പോസ് ചെയ്യാതിരിക്കുകയും ഹ്യൂമൻസിന് വേസ്റ്റ് എല്ലാം ഇംപ്രോപ്പർ രീതിയിൽ നമ്മുടെ ലാൻഡിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നതെല്ലാം നമ്മുടെ ലാൻഡ് പൊല്യൂഷന് കാരണമാണ്. അപ്പൊ ഇനിയുള്ള കാലങ്ങളിലെങ്കിലും നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മുടെ ലാൻഡിനെ നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിക്കാം. താങ്ക് യു. മിസ്സേ കഴിഞ്ഞ്. ഹലോ മിസ് പോയോ? കൃപ ഒരു സെക്കൻഡേ. ഓക്കെ മിസ്. ഓക്കെ, കൃപ കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്യണോ?
കംപ്ലീറ്റ് ആയി മിസ്സേ. ഓക്കെ, നന്നായിട്ട് ക്ലാസ് എടുത്തു കേട്ടോ. എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞത് നന്നായി. യെസ്. അപ്പോ ഇതിനു മുമ്പ് എവിടെയെങ്കിലും പോയി പഠിപ്പിച്ചിട്ടുണ്ടോ? സ്കൂളിൽ ഒരു വർഷം പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ളു മിസ്സേ. പഠിപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് ഫ്ലുവൻസിൽ മനസ്സിലാവും ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ്. നെക്സ്റ്റ് സൗണ്ട് പൊല്യൂഷൻ ആരാണ്? അത് ഞാനാണ് മിസ്സേ, ഫാത്തിമ സയാന. ഫാത്തിമ സയാന. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടെ? റെഡിയാണോ? റെഡിയാണ് മിസ്സേ. എനിക്ക് ഓൾറെഡി ഫീവറും സൗണ്ട് ഇല്ല, ആ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. തീ എടുത്താൽ മതി, പറ്റുന്ന പോലെ എടുത്താൽ മതി കേട്ടോ. ഓക്കെ. ഓക്കെ, നമ്മൾ ഇപ്പം എയർ പൊല്യൂഷനും ലാൻഡ് പൊല്യൂഷൻ്റെതും, അപ്പോ ഇനി അടുത്തത് സൗണ്ട് പൊല്യൂഷന്. സൗണ്ട് പൊല്യൂഷനെ നോയ്സ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോ ഇത് അനാവശ്യമായിട്ടുണ്ടാവുന്ന സൗണ്ടിനെയാണ് നോയ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബൽ ആണ്. യൂണിറ്റ് ഡെസിബൽ ആണ്. പിന്നെ ഇതിന് ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ട്. അധികമായിട്ടുണ്ടാവുന്ന സൗണ്ടിന് ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ട്. പിന്നെ അതിനു മുൻപേ സൗണ്ട് എവിടുന്നൊക്കെയാണ് സൗണ്ട് ഉണ്ടാവുന്നത് എന്നുള്ളത്, എങ്ങനത്തെ ഒക്കെ സൗണ്ടുകളാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. വെഹിക്കിൾസ് നിന്ന് സൗണ്ട് ഉണ്ടാവുന്നുണ്ട്, ലൗഡ് സ്പീക്കർ, മാസ് മീഡിയ, ഇൻഡസ്ട്രിയല്, ഡിഫൻസ് എക്യുപ്മെന്റ്സ്, ഇതിൽ നിന്നെല്ലാം സൗണ്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോ പിന്നെ ഇനി അടുത്തത് ഇതിന്റെ കോൺസിക്വൻസസ്. ഇത് 3 തരം കോൺസിക്വൻസസ് ആണ് ഇതിൽ വരുന്നത്. ഹെൽത്ത് കോൺസിക്വൻസസ് ഉണ്ട്, പിന്നെ എൻവിറോൺമെന്റൽ കോൺസിക്വൻസസ് ഉണ്ട്, സോഷ്യൽ ആൻഡ് എക്കണോമിക് കോൺസിക്വൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 3 തരം കോൺസിക്വൻസസിനെ കുറിച്ച് വേറെ വേറെ തന്നെ നോക്കാം. ഹെൽത്ത് കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ആരോഗ്യകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ. അതിൽ ഒന്നാമത്തേതായിട്ട് വരുന്നത് ഹിയറിംഗ് ലോസ്. പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു ലൗഡ് നോയ്സ് ക്യാൻ കോസ് പെർമനന്റ് ഹിയറിംഗ് ലോസ്. ഇതിൽ കേൾവിക്കുറവുണ്ടാവും. അത് ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ ദീർഘനേരം സമ്പർക്കം പുലർത്തുന്നത് സ്ഥിരമായ കേൾവിക്കുറവിന് കാരണമാകുന്നുണ്ട്. അടുത്തത് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി, സമ്മർദ്ദവും ഉത്കണ്ഠയും ഉണ്ടാക്കും. പിന്നെ നോയ്സ് പൊല്യൂഷൻ ക്യാൻ ലീഡ് ടു ഇൻക്രീസ്ഡ് സ്ട്രെസ് ലെവൽസ്, ആങ്സൈറ്റി ആൻഡ് ഇറിറ്റബിലിറ്റി. ശബ്ദമലിനീകരണം സമ്മർദ്ദനില, ഉത്കണ്ഠ, ക്ഷോഭം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. അടുത്തത് സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഉറക്കത്തിൽ അസ്വസ്ഥത ഉണ്ടാവും. ശബ്ദമലിനീകരണത്തിന് ദീർഘനേര സമ്പർക്കം പുലർത്തുന്നത് ഉറക്ക രീതികളെ തടസ്സപ്പെടുത്തുകയും ക്ഷീണത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. പിന്നെ കാർഡിയോവാസ്കുലർ പ്രോബ്ലം. ഇത് ക്രോണിക് എക്സ്പോഷർ ടു നോയ്സ് പൊല്യൂഷൻ ഹാസ് ബീൻ ലിങ്ക്ഡ് ടു ആൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസസ് ഇൻക്ലൂഡിംഗ് ഹേർട്ട് അറ്റാക്സ് ആൻഡ് സ്ട്രോക്ക്. ഇത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ശബ്ദമലിനീകരണം ദീർഘകാലമായ സമ്പർക്കം പുലർത്തുന്ന ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവയുൾപ്പെടെയുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അടുത്തത് കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്. നോയ്സ് പൊല്യൂഷൻ ക്യാൻ അഫക്ട്സ് കോഗ്നിറ്റീവ് ഫങ്ഷൻ ഇൻക്ലൂഡിംഗ് മെമ്മറി, അറ്റൻഷൻ ആൻഡ് ലേണിംഗ്. വൈജ്ഞാനിക വൈകല്യം ആണ് ഇത് പറയുന്നത്. ശബ്ദമലിനീകരണം മെമ്മറി, ശ്രദ്ധ, പഠനം എന്നിവയുൾപ്പെടെയുള്ള വൈജ്ഞാനിക പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. അടുത്തത് കോൺസിക്വൻസസിലുള്ള രണ്ടാമത്തത് എൻവയോൺമെന്റൽ കോൺസിക്വൻസസ്, പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ. പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ എന്ന് പറയുമ്പോൾ അതിലുള്ളത് വൈൽഡ് ലൈഫ് ഡിസ്റപ്ഷൻ. Noise pollution can disrupt the natural behavior of wildlife, including communication, mating and migration patterns. വന്യജീവി തടസ്സം. ഇത് പറയുന്നത് ആശയവിനിമയം,
ഇണചേരല്, കുടിയേറ്റ രീതികള് എന്നിവയുൾപ്പെടെയുള്ള വന്യജീവികളുടെ സ്വാഭാവിക സ്വഭാവത്തെ ശബ്ദ മലിനീകരണം തടസ്സപ്പെടുത്തും. അടുത്തത് ഹാബിറ്റേറ്റ് ലോസ്. Chronic noise pollution can lead to habitat loss and fragmentation as animals may avoid areas with high level of noise. ആവാസ വ്യവസ്ഥയുടെ നഷ്ടം. ഉയർന്ന തോതിലുള്ള ശബ്ദമുള്ള പ്രദേശങ്ങൾ മൃഗങ്ങൾ ഒഴിവാക്കുന്നതിനാൽ നിരന്തരമായ ശബ്ദ മലിനീകരണം ആവാസ വ്യവസ്ഥയുടെ നഷ്ടത്തിനും വിഘടനത്തിനും കാരണമാകുന്നുണ്ട്. പിന്നെ ബിഹേവിയറൽ ചേഞ്ചസ്. Noise pollution can cause behavioral changes in animals, including changes in feeding patterns, social behavior, and predators-prey relationship. പെരുമാറ്റ മാറ്റങ്ങൾ ഉണ്ടാക്കും ആനിമൽസിൽ. ഭക്ഷണ രീതികളിലെ മാറ്റങ്ങൾ, സാമൂഹിക പെരുമാറ്റം, വേട്ടക്കാരൻ ഇര ബന്ധങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള മൃഗങ്ങളിൽ പെരുമാറ്റ മാറ്റങ്ങൾക്ക് ശബ്ദ മലിനീകരണം കാരണമാവുന്നുണ്ട്. അടുത്തത് കോൺസിക്വൻസസിലുള്ള മൂന്നാമത്തെ കോൺസിക്വൻസ് ആയ സോഷ്യൽ ആൻഡ് എക്കണോമിക് കോൺസിക്വൻസ്. സാമൂഹികവും സാമ്പത്തികവുമായ അനന്തരഫലങ്ങൾ. അത് പറയുന്നത് ഡിക്രീസ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരം കുറയും. അത് നോയ്സ് പൊല്യൂഷൻ ക്യാൻ ഡിക്രീസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, അഫക്റ്റിംഗ് their overall well-being and productivity. ശബ്ദ മലിനീകരണം വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ജീവിത നിലവാരം കുറയ്ക്കുകയും അവരുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തെയും ഉൽപാദനക്ഷമതയെയും ബാധിക്കുകയും ചെയ്യും. പിന്നെ സെക്കൻഡ്, എക്കണോമിക് ഇമ്പാക്ട്സ്. Noise pollution can have economic impacts including decreased property values, increased health care cost and lost productivity. സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണിത്. ശബ്ദ മലിനീകരണം സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതിൽ സ്വത്ത് മൂല്യങ്ങൾ കുറയുന്നു, ആരോഗ്യ സംരക്ഷണ ചെലവുകൾ വർദ്ധിക്കുന്നു, ഉൽപാദനക്ഷമത നഷ്ടപ്പെടുന്നു. അടുത്തത് social isolation. Noise pollution can contribute to social isolation as individuals may avoid areas with high levels of noise. ഇത് സാമൂഹിക ഒറ്റപ്പെടല്. ഉയർന്ന പറയുന്നു മിസ്സേ, സൗണ്ട് ഇതായതാ. സാമൂഹിക ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഉയർന്ന തോതിലുള്ള ശബ്ദമുള്ള പ്രദേശങ്ങള് വ്യക്തികൾ ഒഴിവാക്കുന്നതിനാല് ശബ്ദ മലിനീകരണം സാമൂഹിക ഒറ്റപ്പെടലിന് കാരണമാകും. പിന്നെ അടുത്തത് ഇതിനുള്ള പ്രിവെൻഷന് ആൻഡ് മിറ്റിഗേഷന്. ഇതിനുള്ള ഒന്നാമത്തേത് നോയിസ് റെഗുലേഷൻസ് ആണ്. നോയിസ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ശബ്ദ നിയന്ത്രണങ്ങള്. ഇംപ്ലിമെന്റിംഗ് ആൻഡ് എൻഫോഴ്സിംഗ് നോയിസ് റെഗുലേഷൻ ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് നോയിസ് പൊല്യൂഷൻ. ശബ്ദ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതും ശബ്ദ മലിനീകരണം കുറയ്ക്കാൻ കാരണമാകും. അടുത്തത് സൗണ്ട് പ്രൂഫിംഗ്. ഈ കെട്ടിടങ്ങളുടെയും വീടുകളുടെയൊക്കെ സൗണ്ട് ഉണ്ടാവലില്ല. ശബ്ദ പ്രൂഫിങ് ശബ്ദനില കുറയ്ക്കാന് സഹായിക്കും. പിന്നെ നോയ്സ് ബാരിയേഴ്സ്. Installing noise barriers such as sound walls can help reduce noise levels in areas with high levels of traffic or industrial activity. ഉയർന്ന തോതിലുള്ള ഗതാഗതമോ വ്യാവസായിക പ്രവർത്തനമോ ഉള്ള പ്രദേശങ്ങളിൽ ശബ്ദഭിത്തികൾ പോലുള്ള ശബ്ദ തടസ്സങ്ങൾ സ്ഥാപിക്കുന്നത് ശബ്ദത്തിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. അടുത്തത് പബ്ലിക് എഡ്യൂക്കേഷൻ, പൊതുവിദ്യാഭ്യാസം.
Educating the public about the consequences of noise pollution and ways to reduce it can help mitigate its impacts. ശബ്ദ മലിനീകരണത്തിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് അത് കുറയ്ക്കുന്നതിനുള്ള വഴികളെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതിന്റെ ആഘാതങ്ങൾ ലഘൂകരിക്കാൻ കാരണമാകും. ഇതൊക്കെയാണ് മിസ് ഉള്ളത്. ഓക്കെ, ടെക്സ്റ്റിലെ പോയിന്റ് ടെക്സ്റ്റിലുള്ളത് പിന്നെ ഞാൻ എക്സ്ട്രാ കുറച്ച് കണ്ടുപിടിച്ചത്. അതൊന്ന് ജസ്റ്റ് വായിച്ച് പറഞ്ഞുതരാം കേട്ടോ. ആ വായിക്കുന്നുണ്ടോ ഫാത്തിമ? എന്താ മിസ്സേ? ഇത് ടെക്സ്റ്റിലെ പോയിന്റ്സ് ഒന്ന് വായിക്കൂ. ഇപ്പൊ വായിക്കാം. സൗണ്ട് പൊല്യൂഷൻ. അൺവാണ്ടഡ് സൗണ്ട് ഈസ് സിംപ്ലി കോൾഡ് നോയ്സ്. ഇതിനെ നോയ്സ് എന്ന് വിളിക്കുന്നത്. ഇന്റൻസിറ്റി ഓഫ് വിച്ച് ഈസ് യൂഷ്വലി മെഷേർഡ് ഇൻ എ യൂണിറ്റ് കോൾഡ് ഡെസിബൽ. ഇതിന്റെ മെഷർ ചെയ്യുന്നത് ഡെസിബൽ എന്ന യൂണിറ്റിലാണ്. ദ മൈൽഡസ്റ്റ് സൗണ്ട് ദാറ്റ് ഹ്യൂമൻസ് ഹിയർ ഡയറക്ട്ലി ഈസ് കോൾഡ് ത്രെഷോൾഡ് ഓഫ് ഹിയറിംഗ്. ഇതിനെ ത്രെഷോൾഡ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വെഹിക്കിൾസ്, ലൗഡ് സ്പീക്കർ, മാസ് മീഡിയ, ഇൻഡസ്ട്രിയൽ, ഡിഫൻസ് എക്യുപ്മെന്റ്സ്, ഇതിൽ കൂടെയൊക്കെയാണ് സൗണ്ട് ഉണ്ടാവുന്നത്. സൗണ്ട് വരുന്ന വഴികൾ ഇതൊക്കെയാണ്. ഇതിന്റെ കോൺസിക്വൻസസ് ഓഫ് സൗണ്ട് പൊല്യൂഷൻ: ഡിയർനെസ്, എഫക്റ്റ് ഓൺ പ്രഗ്നന്റ് വുമണ്, എഫക്റ്റ് ഓഫ് നെർവസ് സിസ്റ്റം, എഫിഷ്യൻസി ഓഫ് ഇൻഡിവിജ്വൽസ്. ഇതൊക്കെയാണ് ഇതിന്റെ കോൺസിക്വൻസസ്. സൗണ്ട് പൊല്യൂഷൻ ആയിരിക്കാണല്ലോ, നല്ല ശക്തമാണെന്നിരിക്കാണല്ലോ അല്ലെ ഫാത്തിമ? സൗണ്ട് പോയിട്ടുണ്ട്, പക്ഷേങ്കില് ഞാൻ കുറെ ദിവസമായി ഇത് റെഡിയാക്കി വെച്ചിട്ട്. അപ്പൊ ഒന്ന് എന്തായാലും ക്ലാസ് എടുക്കണം എന്നുള്ള ഇത് ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചൊന്ന് എടുക്കാൻ തന്നാലും നിങ്ങളോട് പറഞ്ഞാലും അടുത്ത ക്ലാസ്സിൽ എടുക്കാന്ന്. പിന്നെ വിചാരിച്ചു വേണ്ട, അത്രയൊക്കെ പ്രിപ്പയർ ചെയ്തതല്ലേ, അപ്പൊ ഒന്ന് തന്നെ എടുക്കാന്ന്. വെരി ഗുഡ്, നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ്. ഓക്കെ, താങ്ക് യു ഫാത്തിമ. നെക്സ്റ്റ് റേഡിയേഷൻ പൊല്യൂഷൻ ആരാണ്? Radiation pollution. radioactive materials are most toxic. കേൾക്കുന്നില്ലല്ലോ വിനീത? കേൾക്കുന്നില്ലേ? സൗണ്ട് വളരെ കുറവാ. ക്ലിയർ അല്ല മിസ്സേ. ക്ലാസ് എടുക്കുന്നുണ്ടോ? ഞാൻ പറയട്ടെ, കേൾക്കുന്നുണ്ടോ? Okay. Radiation pollution. Radioactive materials are most toxic as compared to organic poisons. Nuclear war materials, test explosion, working of power plants, and the use of radioisotopes in medicines, industry, and research are the main source of radioactive pollution that could threaten or demean the quality of the environment. Radiation pollution എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അറിയാലോ, നമ്മുടെ ഓർഗാനിക് പോയിസൺസിനെയൊക്കെ അപേക്ഷിച്ചിട്ട് ഒരുപാട് ടോക്സിക് ആണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്നുള്ള പൊല്യൂഷൻ. ഇതിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ വാർ മെറ്റീരിയൽസ്, അതിന്റെ ടെസ്റ്റ് എക്സ്പ്ലോഷൻസ്, അതേപോലെ തന്നെ പവർ പ്ലാന്റിൽ നിന്നുള്ള വേസ്റ്റുകൾ, റേഡിയോ ഐസോട്ടോപ്പുകൾ മെഡിസിനിലും അതുപോലെ തന്നെ റിസർച്ചിൽ, നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ റേഡിയോ ഐസോട്ടോപ്പുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഹാൻഡ്ലിങ് ചെയ്യുന്നത് പ്രോപ്പർ അല്ലെങ്കിൽ അതുവഴിയൊക്കെ ഈ പൊല്യൂഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിന് രണ്ട് തരത്തിലുള്ള മോശം സ്ഥിതിയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന്, ഷോർട്ട് ടേം ആയിട്ടുള്ള കോസുകളും ഉണ്ട്, അതേപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള കോസുകളും ഉണ്ടാകുന്നുണ്ട്. കോസ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ: നാച്ചുറൽ പ്രോസസ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ്. റേഡിയേഷൻ പൊല്യൂഷന് നാച്ചുറൽ പ്രോസസ്സ് വഴിയും സംഭവിക്കാറുണ്ട്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് വഴിയും സംഭവിക്കാറുണ്ട്. നാച്ചുറൽ പ്രോസസ് എന്ന് പറയുന്നത് ഭൂമിയുടെ ക്രസ്റ്റില്, അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഭൂമിയുടെ ഭൂവൽക്കത്തിൽ ധാരാളം റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളുണ്ട്. അവയുടെ വിസരണം വഴി ഇത് സംഭവിക്കാറുണ്ട്. പിന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിൽ നിന്നും അതേപോലെ തന്നെ
പവർ പ്ലാന്റുകളിലെ വർക്കിംഗ്, അവിടെയൊക്കെ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടാകുമ്പോഴത്തേക്കൊക്കെ ഇതുപോലെയുള്ള പൊല്യൂഷൻസ് സംഭവിക്കാറുണ്ട്. കോൺസിക്വൻസ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ. ഈ റേഡിയേഷൻ പൊല്യൂഷന്റെ എഫക്റ്റ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നാണ്. ആക്റ്റീവ് എഫക്റ്റും ഉണ്ട്, ലേറ്റ് എഫക്ട്സും ഉണ്ട്. ആക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ തന്നെ സംഭവിക്കുന്ന ഷോർട്ട് ടൈം ആയിട്ടുള്ളതാണ്. അത് ബേണിംഗ് ആയിട്ടുള്ളതായിരിക്കാം, സ്കിൻ ബേണിംഗ് ഉണ്ടാകാം, ഒമിറ്റിങ്, നോസിയ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. ലോങ് ടൈം ആയിട്ട് ഉണ്ടാകുന്നതാണ് ക്യാൻസറുകൾ. അതേപോലെ ജെനറ്റിക് മ്യൂട്ടേഷൻസ് സംഭവിക്കാറുണ്ട്, ജനിതക വൈകല്യങ്ങൾ സംഭവിക്കും, വളർച്ച മുരടിക്കും. നമുക്കറിയാം ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ അണുബോംബ് വർഷിച്ചതിന് ശേഷം തലമുറകളോളം അതിന്റെ അനന്തരഫലങ്ങൾ അനുഭവിച്ചതാണ്. അതുപോലെയുള്ള കോൺസിക്വൻസും ഒക്കെ ഈ പറയുന്ന റേഡിയേഷൻ പൊല്യൂഷൻ മൂലവും സംഭവിക്കാവുന്നതാണ്. അതൊക്കെയാണ് റേഡിയേഷൻ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. Okay, thank you, Nida. Yes. നമ്മൾ പഠിച്ചത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് ആണ് പഠിച്ചത് അല്ലേ? ഇതൊക്കെയാണ് റേഡിയേഷൻ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, ആൻഡ് ലാൻഡ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ. ഓക്കെ, ഇതിന്റെ കോൺസിക്വൻസസും കോസസും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ബൈഹാർട്ട് ആകണമെന്നല്ല, ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. ഓരോ പൊല്യൂഷൻസിന്റെ കോസസും കോൺസിക്വൻസസ് എന്താണെന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ്, കുറച്ച് ആക്ടുകളെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ് ഏതൊക്കെ ആക്ടുകളാണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ്. വാട്ടർ ആക്ട്, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ 1974 ഈ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതാണ്? ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. ഓക്കെ, then second one, the air act. Air act എന്തിനു വേണ്ടിയാണ്? പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ. അത് സെയിം അല്ലേ? എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ എപ്പോഴാണ്? 1981 ഈ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. 1981 എയർ പൊല്യൂഷൻ ആക്ട് കൊണ്ടുവന്നത്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്താണ്? 1986 ആണ്. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആക്ട് ആണ്. 1986 നിലവിൽ വന്നത്. Then last one, the Motor Vehicle Act 1988. The Motor Vehicle Act 1988. Okay, അപ്പോ സെൻട്രൽ ബോർഡ്സ് അംഗീകൃതമായിട്ടുള്ള ആക്ട്സുകളാണ്. നിങ്ങൾ ഈ 4 ബൈഹാർട്ടാക്കി പഠിച്ചു വെക്കണം കേട്ടോ. The Water Act, the Air Act, and Environmental Protection Act and the Motor Vehicle Act. ഓരോന്നിന്റെ ഇയർ ഓർത്ത് വെക്കുക. വാട്ടർ ആക്ട് എന്താണ്? 1974. Then Air Act 1981. Environmental Protection Act. Environmental Protection Act നമ്മൾ EPA എന്ന് പറയാറുണ്ട് കേട്ടോ. EPA എന്ന് പറയാറുണ്ട്. EPA ഷോർട്ടിൽ ചിലപ്പോൾ ചോദിക്കും അങ്ങനെ. EPA Environmental Protection Actന്റെ ഷോർട്ട് ഫോം ആണത്. ചിലപ്പോ അങ്ങനെയായിരിക്കാം കാണുന്നത് എക്സാമിന്. അപ്പൊ നിങ്ങൾ അത് മാറിപ്പോകരുത്. അത് തന്നെയാണ് ചോദിക്കുന്നത്. എക്സ്പാൻഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആൻഡ് മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്താണ്? 1988. ഓക്കെ, 71, 81, 86, 88 അങ്ങനെ ഒരു ഓർഡറിൽ പഠിച്ചു പോയാൽ മതി. ഓക്കെ, കേൾക്കുന്നില്ലേ? Okay, miss. നെക്സ്റ്റ് വരുന്നത് നമുക്ക് കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. സോഴ്സസ് റിഫ്ലക്ഷൻ വരെ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട എൻവയോൺമെന്റൽ ത്രെറ്റ്സ് ഏതൊക്കെയാണ്? ആഗോളമായിട്ട് നമുക്ക് വരുന്ന ഭീഷണികൾ എന്തൊക്കെയാണ്? പാരിസ്ഥിതിക ഭീഷണികൾ ഏതൊക്കെയായിരിക്കാം? നിങ്ങൾ പറഞ്ഞ എല്ലാ പൊല്യൂഷൻസ് ഇതിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു കുറച്ച് ത്രെറ്റ്സ്, മറ്റു ഭീഷണികൾ കൂടി പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? Of the existing environment threats, the following the major ones are depletion of ozone layer, greenhouse effect and global warming, deforestation, soil erosion, desertification and drought, pollution of air, water, land and sound, acid precipitation rain, toxic waste disposal,
റിസോഴ്സസ് ഡിപ്ലേഷൻ. ഓക്കെ, ഡിപ്ലേഷൻ ഓഫ് ഓസോൺ ലെയർ. എന്താണ് ഡിപ്ലേഷൻ ഓഫ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്? ഓസോൺ വിള്ളൽ, പാളിയിലെ വിള്ളൽ. ഓസോൺ പാളികളിലെ വിള്ളൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻ അല്ലെ, ഓസോൺ ശോഷണം എന്നാണ് നമ്മൾ അതിനെ അറിയപ്പെടുന്നത് അല്ലെ. മലയാളത്തിൽ എങ്ങനെയല്ലേ പറയുന്നത്? ഓസോൺ ശോഷണം. ഓസോൺ പാളിക്ക് വിള്ളലുകൾ ഉണ്ടാകുന്നു സിറ്റുവേഷൻസ്. അതൊരു മേജർ ത്രെട്ട് തന്നെയാണ് അല്ലെ. ഏറ്റവും നമ്മുടെ പരിസ്ഥിതിനെ ഏറ്റവും കൂടുതൽ ഭീഷണിയാക്കുന്നത് തന്നെയാണ് നമ്മുടെ ഓസോൺ ലെയറിലെ വിള്ളലുകൾ വീഴുന്നത്. ഓക്കെ, യെസ്. അടുത്ത ഭീഷണി എന്ന് പറയുന്നത് എന്താണ്? ഗ്രീൻ ഹൗസ് എഫക്ട് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ഗ്രീൻ ഹൗസ് എഫക്ട് ആൻഡ് ഗ്ലോബൽ വാർമിംഗ് എന്താണ്? ഗ്രീൻ ഹൗസ് ഹരിതഗൃഹ പ്രഭാവം. ഹരിതഗൃഹ പ്രഭാവവും അതുപോലെ തന്നെ ആഗോളതാപനം. നമ്മള് എന്താണ് എയർ പൊല്യൂഷൻ പഠിച്ച സമയത്ത് ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി ദിവ്യ പറഞ്ഞ ഓർക്കുന്നുണ്ടല്ലോ? എഫക്ട് ഓഫ് ക്ലൈമറ്റ് പറയുന്ന സമയത്താണ് പറഞ്ഞത് അല്ലെ. പറഞ്ഞപ്പോ എഫക്ട് ഓഫ് ക്ലൈമറ്റ് പറയുന്ന സമയത്ത് നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, ഇപ്പൊ ഗ്രീൻ ഹൗസ് എഫക്ട് ആൻഡ് ഗ്ലോബൽ വാർമിങ്ങും എന്താണ്? ഏറ്റവും ഭീഷണി ഉയർത്തുന്ന ഒരു എൻവയോൺമെന്റൽ ത്രെറ്റ്സ് തന്നെയാണ്. ഓക്കെ, പിന്നെ തേർഡ് പോയിന്റ് എന്താണ്? ഡിഫോറസ്റ്റേഷൻ, സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്, ഡീസർട്ടിഫിക്കേഷൻ, എന്താണ്? മരുഭൂമിവൽക്കരണവും വരൾച്ചയും അല്ലെ. സിറ്റുവേഷൻസ്, 3 സിറ്റുവേഷൻസ് എങ്ങനെയാണെന്ന് അറിയാലോ. ഡിഫോറസ്റ്റേഷൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിഫോറസ്റ്റേഷൻ ആണ്. മരങ്ങൾ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഹ്യൂമൻസ് തന്നെ, മനുഷ്യർ തന്നെ. അതുമൂലം എന്ത് സംഭവിക്കുന്നുണ്ട്? മണ്ണിന്റെ ഗുണം. സോയിൽ ഇറോഷൻ എങ്ങനെയാ സംഭവിക്കുന്നത്? മണ്ണ് നിലവാരമൊക്കെ കുറഞ്ഞു. ഡീഫോറസ്റ്റേഷൻ കഴിഞ്ഞു. ഡിഫോറസ്റ്റേഷൻ വഴിയാണ് സോയിൽ ഇറോഷൻ ഒരു പരിധി വരെ സംഭവിക്കുന്നത് അല്ലെ. കാരണം ഈ വനങ്ങൾ ഇങ്ങനെ നശിപ്പിച്ച് എന്താണ് മണ്ണിന്റെ ഘടന ഇല്ലാതാക്കി എടുക്കുകയാണ് അല്ലെ. ഘടന പോകുകയാണ്. നല്ലൊരു ആ ഒരു ഫൗണ്ടേഷൻ ആണ് ഇല്ലാതാക്കി കിടക്കുന്നത്. പിന്നെ ഡീസർട്ടിഫിക്കേഷൻ ആൻഡ് ത്രോട്ട്. ഇത് നമ്മൾ നേരിടാൻ പോകുന്ന വലിയൊരു സിറ്റുവേഷൻ ആണ്. ഓൾറെഡി ഉണ്ട് കുറെയൊക്കെ, എങ്കിലും ഇനി നേരിടാൻ പോകുന്ന ഒരു വലിയൊരു സിറ്റുവേഷൻ ആണ് എന്താണ്? വരൾച്ച. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വരൾച്ചയിലേക്ക് പോകാനുള്ള ഒരു കാരണം? ഈ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുമ്പം വെള്ളത്തെ ഒന്ന് സ്റ്റോർ ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല. വനനശീകരണമൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. നമ്മള് പുഴകള് കായലുകൾ എല്ലാം വറ്റിച്ചുകൊണ്ട് പുതിയ ബിൽഡിങ്സുകൾക്ക് പണി തീർത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. മനുഷ്യൻ ജീവിക്കാനുള്ള ആ ഒരു എന്താ പറയാ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്ന തരത്തിലാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസുകൾ നടക്കുന്നത് അല്ലെ. അശാസ്ത്രീയ പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കുന്നിൻ ചെരുവുകളിലൊക്കെ എന്താണ് അതൊക്കെ വെട്ടിപ്പൊളിച്ച് അവിടെയൊക്കെ ഫ്ലാറ്റ്സുകൾ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഹോംസുകളൊക്കെ പണിയാണ്. പക്ഷെ ഇതേപോലെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനനുസരിച്ച് ഭൂമിയുടെ ഇംബാലൻസ് തകർക്കുകയാണ്. അപ്പോഴാണ് എന്തൊക്കെ ഉണ്ടാവുന്നത്? ലാൻഡ് സ്ലൈഡ് പോലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ. മറ്റേ ഉരുൾപൊട്ടലിൽ നിന്നുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് പോലെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ മണ്ണിനെ, അതായത് മലകളും കുന്നുകളൊക്കെ ഇടിച്ചു പൊളിച്ച് എന്താണ് മനുഷ്യർ അവിടുത്തെ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുകയാണ്. സ്ലോപ്പ് ഏരിയാസിലൊക്കെ എന്താണ് ചിലർ കൃഷി ചെയ്ത് കണ്ടിട്ടില്ലേ സ്ലോപ്പ് ഏരിയാസില്? പക്ഷെ അത് ഏറ്റവും അപകടമാണ് അല്ലെ. സ്ലോപ്പ് ഏരിയാസിൽ ചെയ്യുന്നതിന്റെ ഏറ്റവും ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നടങ്കം തന്നെ അത് താഴേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ എല്ലാം അറിഞ്ഞുകൊണ്ടിട്ട് തന്നെയാണ് മനുഷ്യർ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് പുഴകള് കായലുകളൊക്കെ വറ്റിച്ച് അവിടെ ന്യൂ ബിൽഡിങ്സുകൾ പണിതുയർത്താന്നുള്ള ഒരു ശ്രമത്തിലാണ് മനുഷ്യർ ഒരു ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസിനസ് ആയാലും ഒരു എന്താ പറയാ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു യുഗത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അപ്പൊ ഇപ്പൊ എല്ലാത്തിനും എന്താണ് ഇപ്പൊ ഒരു പ്രകൃതിയെ മാക്സിമം ചൂഷണം ചെയ്തുകൊണ്ട് മറ്റു ടെക്നോളജീസിനെ കൊണ്ട് വന്ന് നമ്മുടെ പ്രകൃതിയിലേക്ക് അത് റിലേറ്റ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ. അല്ലാതെ പ്രകൃതിദത്തമായിട്ട് എല്ലാവരെയും നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ. ഓക്കെ, അപ്പൊ അത് ആർക്ക് തന്നെയാണ് ഭീഷണിയാവുന്നത്? ഇരിക്കുന്ന കൊമ്പ് മുറിക്കാന്ന് കണ്ടിട്ടില്ല നമ്മള്? ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് എന്ന് പറയുന്ന കാരണം എന്താ? നമ്മള് തന്നെ താഴെ വീഴും. നമ്മളുടെ കുഴി നമ്മള് നമുക്ക് ജീവിക്കാനുള്ള ഇടം തന്നെ മനുഷ്യർ തന്നെ ഇല്ലാതാക്കുകയാണ്. നമ്മള് തന്നെയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരും തലമുറയ്ക്ക് ഇനി നേരിടാനുള്ള ഇതുപോലെ വരൾച്ച എന്തായിരിക്കും? അവർക്ക് വേണ്ടി കാടുകളില്ല, മരങ്ങളില്ല, പുഴകളില്ല,
കാര്യങ്ങളില്ല, പ്രകൃതി രമണീയമായ ഒന്നും തന്നെ ഇനി ബാക്കി ഉണ്ടാവില്ല. അതുപോലത്തെ ആക്ടിവിറ്റീസ് ആണ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളിനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണികളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഏറ്റവും ഇപ്പം പറയുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പറയാനായിട്ടുള്ളത് ഇതാണ്. അതായത് ഇനി വരാൻ പോകുന്ന ഒരു വളർച്ചയൊക്കെ നേരിടാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ വരൾച്ചനെ മറികടക്കാനായിട്ട് നമ്മളൊരു കുളം പോലും കിട്ടിയിട്ടില്ല. ഇപ്പം മിക്ക വീടുകളിലും കിണറുകൾ പോലും ഇല്ല അല്ലെ. ചില സ്ഥലങ്ങളിൽ മാത്രം ഇപ്പൊ അവൈലബിൾ ആയിട്ട് കിണർ ഉപയോഗിക്കുന്നവരുള്ളൂ. ബാക്കിയൊന്നും എന്താണ് പുഴകളില്ല. പുഴ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അത് മലിനമാണ്, പൊല്യൂട്ടഡ് ആണ് അല്ലെ. പുഴയും കടലും കായലൊക്കെ എന്താണ് മനുഷ്യർ തന്നെ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു നല്ല വെള്ളം നമുക്ക് പുഴയിലെ വെള്ളമൊക്കെ പോയി ഇപ്പൊ വെറുതെ ഒന്നിട്ട് കോരി കുടിക്കാനൊക്കെ പറ്റുമോ? എപ്പൊ കഴിച്ചെപ്പോ എന്തെങ്കിലും അപകടം വന്നെന്ന് വിചാരിച്ചാൽ മതിയല്ലേ. അങ്ങനെ ഒരിക്കലും പറ്റില്ല. നമുക്ക് പ്യൂരിഫൈ ചെയ്യാത്തൊരു വാട്ടർ പോലും കുടിക്കാൻ പറ്റില്ല. അത്രയും കിണറിലെ വെള്ളം നല്ല ശുദ്ധീകരിക്കുകയാണെങ്കിൽ നമുക്ക് കുടിക്കാം. അല്ലാതെ പുറത്തു നിന്നൊരു വാട്ടർ അല്ലെങ്കിൽ പുഴയിൽ നിന്നോ കായലിൽ നിന്നോ ഒന്നും നമുക്ക് വെള്ളം കുടിക്കാനുള്ളൊരു അവസ്ഥയിലല്ല നമ്മളുടെ പുഴയും കായലും കടലും ഒക്കെ. അവിടെയൊക്കെ നിറച്ച് വേസ്റ്റ് കൊണ്ട് കൊണ്ടുകൂടിയിരിക്കുകയാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വരുന്ന മേജർ ത്രെറ്റ് എന്താണ്? പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ, ലാൻഡ് ആൻഡ് സൗണ്ട്. നമ്മളിപ്പോ പഠിച്ച എല്ലാ കാര്യങ്ങളും അത് വരുന്നുണ്ട് അല്ലെ. എല്ലാ തരത്തിലുള്ള മലിനീകരണങ്ങൾ, വായുമലിനീകരണം, ജലമലിനീകരണം, പിന്നെന്താണ് സൗണ്ട്, ശബ്ദ മലിനീകരണം. ഓക്കെ, ഇതിനൊക്കെ കാര്യങ്ങളും കാരണങ്ങളും എന്താണെന്ന് നിങ്ങൾ പഠിച്ചു. ഇപ്പൊ അതിന് എക്സ്പ്ലനേഷൻസ് തരത്തില്ല കേട്ടോ. അതും നമ്മൾ നേരിടാൻ പോകുന്നതിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന വൻ ഭീഷണി തന്നെയാണ്. ആസിഡ് precipitation or rain, ആസിഡ് മഴ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആസിഡ് മഴ എങ്ങനെയാണ് ആസിഡ് മഴ ഉണ്ടാക്കുന്നത്? ഈ വ്യവസായ ഫാക്ടറിയിൽ നിന്നൊക്കെ മലിനീകരണം മഴവെള്ളത്തിൽ കലർന്നിട്ടല്ലേ? ഇത് നമ്മുടെ നൈട്രിക് ആസിഡുകൾ അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡ് ആസിഡുകൾ അല്ലെങ്കിൽ അതിന്റെയൊക്കെ കണ്ടൻസ് കൂടുമ്പോഴാണ് നമുക്ക് ആസിഡ് മഴ ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് അസറ്റിക് പൊല്യൂട്ടഡ് ആയിട്ടുള്ള കണ്ടൻസുകൾ കൂടി ചേർന്നിട്ടാണ് അസറ്റിക് മഴ, അസറ്റിക് precipitation ഉണ്ടാവുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ ഏരിയാസ് അങ്ങനത്തെ ഉള്ള ഇതിൽ നിന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള കണ്ടൻസുകൾ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ആസിഡ് റെയിൻ ആയിട്ട് നമുക്ക് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്. അത് വളരെ ഒരു ഭീഷണിയാണ്. കുറെ ഒരു ഘടകത്തിൽ കണ്ടത് എന്ന് വെച്ചാൽ ഇനി കുറെ കാലം കഴിഞ്ഞാൽ ആസിഡ് മഴ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ സിറ്റുവേഷൻസ് ആണ് ഇനി ഉണ്ടാവുന്നത്. കാരണം ഇന്നിപ്പോ എറണാകുളം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആണ് അല്ലെ എറണാകുളത്ത്. അതേപോലെ തന്നെ അങ്ങനെ ഇൻഡസ്ട്രിയൽ ഏരിയാസ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ആസിഡ് മഴയ്ക്ക് സാധ്യതയുണ്ട്. അവിടെയുള്ള എയർ, അവിടുത്തെ പരിസ്ഥിതി തന്നെ ഫുള്ളി മലിനീകരണമാണ് അല്ലെ. കംപ്ലീറ്റ്ലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കുമല്ലോ. അപ്പൊ അവിടെ വരുന്ന ജീവനുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കുഞ്ഞുകുട്ടികള് അല്ലെങ്കിൽ പ്രായാധിക്യം ചെയ്തവർക്ക്, അവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഓക്കെ, ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ. ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ എന്താണ്? ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ വിഷമാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് അല്ലെ. വിഷമാലിന്യങ്ങൾ കുന്നുകൂടിക്കെടുക്കുകയാണ് അല്ലെ. ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ നിന്ന്, മാത്രം ഏരിയാസിൽ നിന്നൊക്കെ എന്താണ് ടോക്സിക് വേസ്റ്റസ് ആൾക്കാർ ഡിസ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ വേസ്റ്റസ് ഇടുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ? വേസ്റ്റസ് ഇടുന്ന വലിയ ഏരിയാസ് കണ്ടിട്ടുണ്ടോ? വേസ്റ്റസുകൾ കളക്ട് ചെയ്യുന്ന ഏരിയാസ് നേരിട്ട് കണ്ടിട്ടില്ല, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. സിനിമയിൽ കണ്ടിട്ടുണ്ട്. നേരിട്ട് കാണാതിരിക്കുന്നതാണ് അതിലും ഭേദം. കാരണം വേസ്റ്റ് എന്ന വാക്കിന് പകരം മറ്റെന്തോ വാക്ക് അവിടെ ചേർക്കാത്തത്. അതേപോലുള്ള വസ്തുക്കളാണ് അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നത്. ഓക്കെ, അതായത് വിഷമരമായിട്ടുള്ള പദാർത്ഥങ്ങൾ കംപ്ലീറ്റ്ലി അടിഞ്ഞുകൂടുന്ന ഒരു പ്ലേസ് ആണെന്ന് നമുക്ക് പറയാം. നമുക്ക് അതിനടുത്ത് പോലും ചെല്ലാനായിട്ട് പറ്റില്ല. കാരണം ആ ഒരു സ്മെല്ല് നമ്മൾ ഏകദേശം ഒരു ഇത്ര കിലോമീറ്റർ മുമ്പ് തന്നെ അതിന്റെ മണം, അതിന്റെ സ്മെല്ല് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അത്രയ്ക്ക് വേസ്റ്റസ് അവിടെ കുന്നുകൂടി കിടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത്തരം പദാർത്ഥങ്ങൾ ഇപ്പൊ ഓരോ ദിവസം ദിനംപ്രതി എന്താണ് നമുക്ക് വേസ്റ്റ് ഉണ്ടാകണം അല്ലെ. വേസ്റ്റ് കളയാനായിട്ടുള്ള ഡിസ്പോസൽ പദ്ധതികൾ എന്തെങ്കിലും പോലും മനുഷ്യർ മിക്കതൊന്നും ഉപയോഗിക്കുന്നില്ല. ആരത് എന്താണ് വലിച്ചെറിയാന്നുള്ള ഒരു പ്രോസസ്സിലാണ് ഇപ്പൊ എല്ലാവരും നടക്കുന്നില്ല അല്ലെ. നമ്മളും എന്താണ് വലിച്ചെറിയാൻ കിട്ടുന്ന അവസരങ്ങൾ ആരും പാഴാക്കില്ല. പക്ഷെ അത് അവിടെ കിടന്നുകൊണ്ട് അവിടെ എന്തോ ഒരു തരത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകളാണ് നമുക്ക് തന്നെ ഉണ്ടാക്കുന്നത് നമ്മൾ അറിയുന്നില്ല. ഓക്കെ, അപ്പം ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ അതായത് വിഷമാലിന്യങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നത് എന്താണ് നമ്മൾക്ക് വരുന്നതിനെ ഒരു എൻവയോൺമെന്റൽ ത്രെറ്റ് ആയിട്ട് നമുക്കൊരു ഭീഷണിയായിട്ട് തന്നെ നമുക്ക് അതിനെ കണക്കും. ഇപ്പൊ ഹരിത കർമ്മസേന പറഞ്ഞിട്ട് പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് വേസ്റ്റ് ഇതാക്കുന്നുണ്ടല്ലോ. അവരപ്പോ ആ വേസ്റ്റ് എന്താ ചെയ്യുക? ആ വേസ്റ്റ് അവരുടെ വേസ്റ്റ് കളയുന്ന സ്ഥലത്ത് കൊണ്ട് ഡിസ്പോസ് ചെയ്യും.
സെപ്പറേറ്റ് ചെയ്യും, വേസ്റ്റുകൾ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യും. അതായത് ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടായിരിക്കും, നോർമൽ വേസ്റ്റ് ഉണ്ടാവും, ഫുഡ് വേസ്റ്റസ് ഉണ്ടാവും, പ്ലാസ്റ്റിക് വേസ്റ്റസ് അങ്ങനെ സെപ്പറേറ്റഡ് ആയിരിക്കും. ഇതെല്ലാം സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും അവർ ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഇത് എടുക്കുന്നത് തന്നെ പല ബിൻസിലായിരിക്കും, ഒരു ലേബിൾഡ് ആയിട്ടുള്ള ബാഗുകൾ ഉണ്ടാവും. അതായത് ഓരോ കളർ ബിൻസ് എന്നൊക്കെ പറയില്ല, നമ്മൾ ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടില്ലേ, കളർ ബിൻ ലേബിൾ ചെയ്ത ബാഗ് ഉണ്ടാവും. അതിലേക്ക് എടുത്തിട്ട് ഇവർ ഓരോ പ്ലേസസിൽ കൊണ്ടുപോയിട്ട് അത് സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും സംസ്കരിക്കുന്നത്. പിന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സുകൾ അതിൽ തന്നെ ഉണ്ടാവും. റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, റീസൈക്കിൾ ചെയ്തിട്ട് മറ്റ് എവിടേക്കാണ് ആവശ്യമായിട്ട് വരുന്ന സ്ഥലങ്ങളിലേക്ക് അത് എത്തിച്ചോളും. അങ്ങനെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എത്രത്തോളം വേസ്റ്റിൽ നിന്ന് ഡിസ്പോസ് ചെയ്തുകൊണ്ടിരിക്കും, എങ്ങനെയൊക്കെ കുറെ നശിപ്പിക്കും, എത്രത്തോളം ഹ്യൂമൻ ബീങ്സ് ആണ് നമ്മുടെ ലോകത്തുള്ളത്. അപ്പൊ കുറെ പരിധി ഉണ്ട് അതിന്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ ഡ്യൂട്ടി ഇത്തരം രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ബാക്കി വരുന്ന വേസ്റ്റുകൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊരു പിടുത്തമില്ല. ഒരു പരിധി വരെ ഒരു വേസ്റ്റസുകൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള വേസ്റ്റുകൾ നമ്മൾ തന്നെ ഇപ്പൊ നമ്മൾ ഓരോ വീട്ടുകാരും തീരുമാനിക്കണം അല്ലെ, നമ്മുടെ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത് നമ്മൾ തീരുമാനിക്കണം. അപ്പൊ നമുക്ക് നല്ല ഒരുപാട് മാർഗങ്ങളുണ്ട്, ബയോഗ്യാസ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു എല്ലാവർക്കും ഓരോ കർഷകർ മൈൻഡ് എന്നൊന്നും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഈസി അവൈലബിൾ ആവുന്ന കാര്യങ്ങൾ മാത്രം എല്ലാവരും ചെയ്യും. പക്ഷെ ഇതേപോലെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ കുറെ കാര്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ എന്തായിരിക്കും കുറച്ചുകൂടി നമുക്ക് തന്നെ ഒരു ഉപകാരപ്രദമായിരിക്കും. എല്ലാം ഹരിതകർമ്മ സേനയുടെ തലയിലേക്ക് വെക്കാതെ നമ്മളും കുറച്ചുകൂടി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. ഓക്കെ, അതേ ചെയ്യാനുള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാവരുടെയും വേസ്റ്റ് കൊണ്ട് ഒരു സ്ഥലത്ത് കുന്നുകൂടി വരാന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, എത്രത്തോളം അവർ ഡിസ്പോസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഏറ്റവും നേരിടുന്ന മറ്റൊരു ഭീഷണി തന്നെയാണ് ഈ വേസ്റ്റ് കുന്നുകൂടി കളയാതിരുന്ന് ലാസ്റ്റ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളിലേക്ക്. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് മുമ്പ് നമ്മൾ പ്ലാസ്റ്റിക് നിരോധനം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ ഷോപ്പുകളിൽ നിന്നായാലും കവർ തരില്ല, ഇപ്പൊ ഡ്രസ്സ് വാങ്ങിയ കവർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ തുണീന്റെ മാത്രം ഉപയോഗിക്കണം. പക്ഷെ അതൊന്നും വിജയിക്കുന്നില്ല, നമ്മുടെ എവിടെയും വിജയിക്കുന്നില്ല. അതൊക്കെ ഒരു കുറച്ച് നാളുണ്ടായതല്ലേ, കുറച്ച് നാൾ ആ ഒരു തുണിയുടെ കിറ്റ്സ് മാത്രം ഉപയോഗിച്ചു. പിന്നെ അത് ഒരു 6 മാസം പോലും അങ്ങനെ ഉണ്ടായില്ലാന്ന് തോന്നുന്നല്ലോ. അത് കഴിഞ്ഞപ്പോഴേക്കും പഴയ പോലെ എല്ലാവരും പ്ലാസ്റ്റിക് തന്നെ ഉപയോഗിക്കും. കേസിൽ അവൈലബിൾ ആവുന്ന നോക്കിയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ എല്ലാ സംരംഭങ്ങളും നമ്മൾ ആദ്യം തുടങ്ങി വെക്കും, കുറച്ച് കഴിയുമ്പോഴേക്കും അത് പതിയെ പതിയെ ഇല്ലാതാവും. അങ്ങനെയാണ് നമ്മുടെ ഭൂമി നശിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. റിസോഴ്സ് ഡിഫ്ലക്ഷനും ബാക്കിയുള്ള ഭാഗങ്ങളും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇനി ഓരോ ക്ലാസ് ഉണ്ടാവുള്ളൂ നമുക്ക്. ഇനി ടീച്ചർ ഇത് കഴിയുമ്പോൾ ഡെവലപ്മെന്റൽ പ്രൊഫൈൽ നമ്മൾ ഭാഗം ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുത്ത് വെക്കാം കേട്ടോ. ചാപ്റ്ററിന്റെ ഡെവലപ്മെന്റൽ പ്രൊഫൈല് യൂണിറ്റ് 7 ആണോ യൂണിറ്റ് 5 ആണോ? ഓക്കെ, അതെടുക്കുക. പിന്നെ ടെൻഡൻസീസ് ഓഫ് മാനും ടീച്ചറായിരിക്കും എടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ പ്രാക്ടിക്കൽസിന്റെ ക്ലാസ് തുടങ്ങുകയാണ് കേട്ടോ. യെസ്, പ്രാക്ടിക്കലിന്റെ ടെസ്റ്റ് എല്ലാവരും കയ്യിലുണ്ടോ? പ്രാക്ടിക്കൽ ടെസ്റ്റ് ഓക്കെ. യെസ്, നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടോ? സൈൻ ഔട്ട് കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ് കേട്ടോ. തുടങ്ങിട്ടെ മിസ്സേ? പറഞ്ഞോളൂ. മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവേ ഉള്ളത് എന്താണ്? മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവേ ഉള്ളത് എന്താണ്? ബ്രാൻഡുകളല്ലേ? അതെ. അടുത്ത ക്വസ്റ്റ്യൻ, ആരും പോകാൻ ആഗ്രഹിക്കാത്ത അറ. ആരും പോകാൻ ആഗ്രഹിക്കാത്ത അറ. അടുത്തത്, എല്ലാവർക്കും വിളമ്പി നൽകുകയും സ്വയം ഒന്നും കഴിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത് ആരാണ്? തവി. അതെ അതെ മിസ്. നെക്സ്റ്റ്, വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി. തെങ്ങ് കയറ്റം. വെച്ചടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന വാർഡ് ഏതാണ്? അവാർഡ്.
വാർഡ്. കറക്റ്റ്. അടുത്ത് വണ്ടി ഓടാത്ത റൂട്ട് ഏതാ? ബീട്രൂട്ട്. ബീട്രൂട്ട്. ആരോ റൂട്ട്. ഓക്കെ കറക്റ്റ്. കഴിഞ്ഞോ? എപ്പോഴും ഇല്ല മിസ്സേ, കുറച്ചും കൂടി ഉണ്ട്. ടൈം ആയോ? ടൈം ആയി. രണ്ടും കൂടി പറയാം, ബാക്കി പിന്നെ പറയാം. ഓക്കെ. എപ്പോഴും വിശപ്പുള്ള രാജ്യം ഏതാ? ഹംഗ്രി. കറക്റ്റ്. കറക്റ്റ്. ഓക്കെ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. ഒരു 6-7 കൂടി ഉണ്ട്. സോ ടൈം ആയി. അടുത്ത ക്ലാസ്സിൽ ടീച്ചറിനെ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ മിസ്സേ, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. നെക്സ്റ്റ് ട്യൂസ്ഡേ ഓക്കെ. ഓക്കെ.